പ്ലാന്റ്സ് ഓഫ് പാരഡൈസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ അല്ല, ഇവിടെ ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കുറച്ച് ചെടികളുടെ സെയിൽ വീഡിയോ കേട്ടോ. കുറച്ച് ഒരു 77ഓളം സൈസ് പ്ലാന്റുകളുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ വാട്ടർ പ്ലാന്റ്സിൻ്റെയും കൂടെ സെയിൽ വീഡിയോ ഇടുന്നതുകൊണ്ടേ ഇത് ഇടാനുള്ള സമയം കിട്ടുന്നില്ല. ഒരുപാട് പേര് വന്ന് ചെടികളുടെ വീഡിയോ ഇടുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ, പക്ഷേ ഇടാനുള്ള സമയം കിട്ടത്തില്ല എല്ലാത്തിൻ്റെയും കൂടെ. അതുകൊണ്ട് ഇത്രയും അങ്ങ് ഒരുമിച്ചായിപ്പോയതേ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെടികളുടെ വീഡിയോ എപ്പോഴും ഇതേണക്ക് അടുപ്പിച്ചൊന്നും ഇടത്തില്ല ഞാൻ കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ തന്നെ പ്ലാന്റുകൾ റെഡി ആവണ്ടേ, റെഡി ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. DTDC കൊറിയർ മാത്രമേ ഉള്ളൂ കേട്ടോ. സ്പീഡ് പോസ്റ്റോ പ്രൊഫഷണൽ കൊറിയറോ ഒന്നുമില്ല. ആദ്യം കാണിക്കുന്നത് ഈ പ്ലാന്റ് കേട്ടോ, 5 രൂപ റേറ്റ്. ഇത് ഒരു ഗ്രാസ് ആട്ടോ. ഇതിപ്പോൾ ഇതിനകത്ത് ഒരു പ്ലാന്റ് അല്ല കാണിച്ചിരിക്കുന്നത്, 2-3 എണ്ണം കാണും. അതിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് 5. പിന്നെ ചൈനീസ് ബോൾസിയോ, നാടൻ ടൈപ്പാട്ടോ. ഇതിൻ്റെ ഒരു 5 കളറുണ്ടേ, 5 കളറുണ്ട്. ഈ കാണിക്കുന്നത് വേറൊരു റെഡാട്ടോ. 2 കട്ടിങ്ങിന് 10 രൂപ വെച്ചാൽ 5 കളറുണ്ടേ. ഇത്രയും ചൈനീസ് ബോൾസേ ഉള്ളത് കേട്ടോ. അടുത്തത് എപ്പീഷ്യയാണേ. ഈ എപ്പീഷ്യയുടെ റേറ്റ് 10 രൂപയാണ്. ഇതൊക്കെ റൂട്ടുള്ള പ്ലാന്റാണ് തരുന്നതേ. അടുത്തത് ഈ എപ്പീഷ്യ, ഇതും 10 രൂപയാണ്. ഇതും റൂട്ടുള്ള പ്ലാന്റാണ്. ഇനി റൂട്ടില്ലാത്തത് ഞാൻ എടുത്ത് പറയും കേട്ടോ. അടുത്ത ഈ എപ്പീഷ്യയാണ്. ഇത് ഇച്ചിരി റേറ്റ് ഉള്ളതാണ് കേട്ടോ. 20 രൂപ ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റൂട്ടുള്ള പ്ലാന്റുകളായിരിക്കും തരുന്നത്. റൂട്ടില്ലാത്ത പ്ലാന്റ് അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, കട്ടിങ് ഏതാ തരുന്നതെന്നുള്ളത്. അടുത്ത ഇതിലെനിക്ക് തോന്നുന്നു റെഡ് ഫ്ലവർ ആവും തോന്നുന്നു കേട്ടോ പിടിക്കുന്നതേ. ഇതും 10 രൂപയാണ്. ഇതിലും റെഡ് കളറിൽ പോകാൻ തോന്നുന്നു. അതും 10 രൂപയാണ്. 78ഓളം വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നാൽ നമുക്ക് അടുത്താണ് ഈ ഒരു കലേഡിയാണ്. ഇത് വലിയ പ്ലാന്റ് ആവും കേട്ടോ. വലിയ പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല സൈസ് പ്ലാന്റ് ആവും. നല്ല ഗ്ലേസിങ്ങും ആണ് ലീഫിന്. അതിൻ്റെ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് 20 രൂപ റേറ്റ്. ഇതൊക്കെ റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തത് ഈ കലേഡിയാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. 2 പ്ലാന്റ് കൊടുക്കാറുണ്ട്. 10 രൂപ റേറ്റ് വരുന്നേ. അടുത്ത ഈ ഒരു കലേഡിയാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. ഈ പ്ലാന്റുകളുടെ ഒന്നിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എടുത്തു പറയാം കേട്ടോ. അടുത്തത് ഈ ഒരു കലേഡിയം. ഇതിൻ്റെ റേറ്റും 10 രൂപ തന്നെ കേട്ടോ. അടുത്തതാണ്ട് ഈ ഒരു കലേഡിയാണ്. ഇത് ഞാൻ വെളുത്ത പോട്ടിലൊക്കെ നട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇതിൻ്റെ റേറ്റും 10 രൂപ തന്നെയാണ്. അടുത്തതാണ്ട് ഈ ഒരു കലേഡിയം. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. ഈ കാണിക്കുന്ന പ്ലാന്റുകൾ തന്നെ കൊടുക്കാനുള്ളതേ. അടുത്ത ഗോൾഡൻ ഡാലിയ, യെല്ലോ കളറിൽ നല്ല കൊലകുത്തി പൂക്കൾ പിടിക്കുന്ന കേട്ടോ. 40 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ്. ഒരു പ്ലാന്റേ കൊടുക്കാവുള്ളൂ. അടുത്തത് ഡൗറ്റെയിൽ ഓർക്കിഡാന്നേ. അതിൻ്റെ 3 പ്ലാന്റ് കൊടുക്കാണ്ട് ഒന്നിൻ്റെ റേറ്റ് 20 രൂപ. പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാം കേട്ടോ. 20 രൂപ റേറ്റ് കേട്ടോ. റൂട്ട് പിടിപ്പിച്ച പ്ലാന്റുകൾ 2 എണ്ണം കൊടുക്കാവുള്ള കേട്ടോ. അടുത്താണ്ട് ഈ ഒരു പ്ലാന്റാന്നേ. ഇതിൻ്റെ നല്ല വലിയൊരു പ്ലാന്റ് ആയത് കേട്ടോ. 20 രൂപ റേറ്റ്. വെയിലത്തൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും ലീഫേ. അടുത്താണ്ട് സ്പൈഡർ പ്ലാന്റ് ആണ്. 10 രൂപയാണ് റേറ്റ്. 5 പ്ലാന്റ് കൊടുക്കാറുണ്ട്. 10 രൂപ റേറ്റ് കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 10 രൂപ. അടുത്തത് ഇതും സ്പൈഡർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു, വെരിഗേഷൻ ഉള്ളതാട്ടോ. അതിന് 20 രൂപയാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 20 രൂപ. വെരിഗേഷനുണ്ട് ലീഫുകളിൽ. അടുത്തതൊരു ഫിലോഡൻഡ്രോൺ ആണ്. 10 രൂപ റേറ്റ് കേട്ടോ. 3 പ്ലാന്റ് കൊടുക്കാറുണ്ട്.
അടുത്ത പീസ് ലില്ലിയാണേ, വൈറ്റ് കളറിൽ പൂ പിടിക്കും ഇതിൽ. ഇതിൻ്റെ റേറ്റ് 40 രൂപ. ഒരു പ്ലാന്റേ ഉള്ളൂ ഇതും കൊടുക്കാൻ. അടുത്താണ് ഈ ഒരു സിങ്കോണിയാവുന്നേ. ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് 10 രൂപ റേറ്റ് കേട്ടോ. ഒത്തിരി ഇതിൻ്റെ ഒരു 7 എണ്ണമെങ്കിലും കൊടുക്കാറുണ്ട്. എല്ലാം ഇത്രയും വലിയ പ്ലാന്റ് ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ ചെറുതായിരിക്കും ചിലത് കേട്ടോ. അടുത്ത ബട്ടർഫ്ലൈ പ്ലാന്റ്, നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. ഇതിപ്പോൾ കാണിക്കുന്നത് മദർ പ്ലാന്റ് ആണേ. ഇതിൻ്റെ കൊടുക്കാനുള്ള പ്ലാന്റ് ഇതാണ്ട് ഇതാണേ. 30 രൂപ റേറ്റ് വരുന്നത്. 2 പ്ലാന്റ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് മഴ നനച്ചുകൂടാ കേട്ടോ. അറിയാമല്ലോ, ഇൻഡോർ പ്ലാന്റ്സ് അധികമൊന്നും മഴ നനച്ചുകൂടാത്തതാണേ. അടുത്ത ഈ അലോക്കേഷ്യ, ഇതിൻ്റെ റേറ്റ് 40 രൂപയാണേ. 3 പ്ലാന്റ് ഇതിൻ്റെ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. അടുത്ത ഈ ഒരു അലോക്കേഷ്യ കേട്ടോ. ഇത് ഞാൻ കണ്ട യെല്ലോ കളറിൽ ഒരു പോട്ടിൽ നട്ട് വെച്ചിരിക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച സാധാ ടൈപ്പ് അലോക്കേഷ്യ അല്ല കേട്ടോ. 90 രൂപ റേറ്റ്. ഇതാ പ്ലാന്റിൻ്റെ സൈസ് ഇതാട്ടോ, ഒരെണ്ണേ ഉള്ളൂ കൊടുക്കാൻ. അടുത്ത ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 40 രൂപ. ഇതിൻ്റെ ലീഫിൻ്റെ അടിക്ക് കണ്ടോ, ബ്രൗൺ കളറാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണേ. അടുത്ത CC പ്ലാന്റ്, ഗ്രീൻ CC ആണേ. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റാണ്. 40 രൂപ റേറ്റ് വരുന്നത്. ഈ ഒരു മണി പ്ലാന്റിൻ്റെ റേറ്റ് 10 രൂപ. റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് കേട്ടോ. അടുത്ത ഈ ഒരു മണി പ്ലാന്റാണ്, ഈ വെരിഗേഷനുള്ള മണി പ്ലാന്റ്. അതിൻ്റെ റേറ്റ് 10 രൂപയാണ്. ചെറിയ ലീഫായത് കേട്ടോ, ഒരുപാട് വലിയ ലീഫല്ല. അടുത്ത ഈ ഒരു പ്ലാന്റാണ്, ഇതിൻ്റെ റേറ്റ് 15 രൂപ കേട്ടോ. ഈ കാണിക്കുന്ന സെയിം സൈസ് പ്ലാന്റാണ് കൊടുക്കാനുള്ളത്. 15 രൂപ റേറ്റ് വരുന്നത്. അടുത്ത ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ റേറ്റ് 15 രൂപയാണ്. ഇതിൻ്റെ ഒരു 3 പ്ലാന്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കൊടുക്കാൻ. അടുത്താണ്ട് ഈ ബിഗോണിയാണ്, നിറച്ച് പൂ പിടിക്കും ഇതിൽ കേട്ടോ. ഈ റെഡ് കളറിലെ പൂക്കളെ കൊല കൊലയായിട്ട് പിടിച്ച് കിടക്കും. അതിൻ്റെ 2 പ്ലാന്റ് റൂട്ട് പിടിപ്പിച്ചതുണ്ട്. ഒന്നിൻ്റെ റേറ്റ് 10 രൂപ. അടുത്തത് ഈ ഒരു ബിഗോണിയാണ്. ഇതിനകത്തും അത് ആ കാണിച്ച കണക്കുള്ള പൂ തന്നെ പിടിക്കും. ഇതിൻ്റെയും റൂട്ട് പിടിപ്പിച്ച ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 10 രൂപയാണേ. അടുത്ത് നമുക്ക് ഹാങ് ചെയ്ത് ഇടാനൊക്കെ പറ്റുന്ന ഒരു ബിഗോണിയ ഇത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണേ. ഇതൊന്നും മഴ നനഞ്ഞുകൂടാ കേട്ടോ, മഴ നനഞ്ഞാൽ പ്രശ്നമാവും. അടുത്ത ഈ ഒരു ബിഗോണി, ഇതിനകത്ത് റെഡ് കളറിലെ പൂ പിടിക്കും. നല്ല ഭംഗിയത് കാണാൻ കേട്ടോ. ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ച് പ്ലാന്റിൻ്റെ റേറ്റ് 40 രൂപയാണേ. അടുത്താണ് ഈ ഒരു പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ് ആയത്. പേരെനിക്കറിയത്തില്ല. ലീഫിൽ ഇതിനൊക്കെ വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഫിലോഡെൻഡ്രോൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും ആണോന്ന് അറിയത്തില്ല. അതേ ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇതാ പ്ലാന്റിൻ്റെ സൈസ് 100 രൂപ റേറ്റ് കേട്ടോ. ഇതൊക്കെ റേറ്റ് ഉള്ളതാണ് കേട്ടോ. ഇനി ഇതാണ്ട് ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല കേട്ടോ. മിക്കവാറും പ്ലാന്റ്സിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇത് സെയിലിനുള്ള പ്ലാന്റ് ഇത് 80 രൂപയാണ് റേറ്റ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റാണ്. ഇത് ബ്ലീഡിങ് ഹെർട്ടാണേ. അതിൻ്റെ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് 30 രൂപ റേറ്റ് കേട്ടോ. വലിയൊരു പ്ലാന്റ്. പിന്നെ യൂഫോർബിയാണ്. മുള്ളില്ലാത്ത യൂഫോർബിയ ഞാനിവിടെ തറയിൽ നട്ടിരിക്കുക. വലിയൊരു പ്ലാന്റാണ് ഇത്. നിറച്ച് പൂത്ത് കിടക്കുക, ഇല കാണാതെ പോവുക ഇതിനകത്ത്. ഇതിൻ്റെ കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ 10 രൂപ. പിന്നെ റൂട്ട് പിടിച്ച ഒരു പ്ലാന്റ് ഉണ്ട്, കണ്ടിത്, അതിന് 20 രൂപ കേട്ടോ. ഇത് യെല്ലോ കളറിലെ ജമന്തിയാണേ. ഫ്ലവർ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. 10 രൂപ റേറ്റ്. മഞ്ഞ കളറിലെ പൂക്കളം. അടുത്താണ്ട് ഈ ഒരു പ്ലാന്റ്. ഞാനിത് മേടിച്ചപ്പോൾ എൻ്റെ അടുത്ത് സെല്ലർ പറഞ്ഞത് യെല്ലോ ഡെയ്സി എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞ് ഇത് ഡെയ്സി അല്ല. എന്തുമായാലും ഈ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് 20 രൂപയാണേ. റൂട്ട് പിടിച്ച പ്ലാന്റാണ്. നല്ല പൂവാട്ടോ, നല്ല നീളത്തിൽ പോയിട്ട് ഇങ്ങനെ പൂത്തിരി പോലുള്ള പൂക്കളാണ് ഇതിൽ പിടിക്കുന്നത്. കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യുമോ പൂവ്. അടുത്ത ഈ ഒരു പ്ലാന്റ്, ഇതൊരു ലീഫി പ്ലാന്റ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ് അല്ല,
പക്ഷെ നമുക്ക് ഇങ്ങനെ വലിയ ചട്ടിയിലൊക്കെ നട്ടു കൊടുത്താൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. 15 രൂപയാണ് റേറ്റ്. ലീഫിനൊക്കെ നല്ല കട്ടിയാണ്. അടുത്ത ഈ ഒരു തെറ്റിയ കേട്ടോ, ഇത് ചെറിയ ലീഫ് വരുന്ന തെറ്റിയ, 20 രൂപ റേറ്റ്. റൂട്ട് പിടിച്ച പ്ലാന്റുകൾ 20 റേറ്റ് കേട്ടോ. ഈ ഒരു കളറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അടുത്ത അച്ചിമിനീസാണേ. അച്ചിമിനീസിൻ്റെ ഇതിപ്പം വയലറ്റ് കളറിലാണ് പോടിക്കുന്നത് കേട്ടോ. 20 രൂപ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്, 20 രൂപ. അതുകൊണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഡെയ്സി ചെയ്ത് 20 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ്. ചെറിയ പ്ലാന്റുകൾ ഇതിൻ്റെ സൈഡിലുണ്ട്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 20 രൂപ. അടുത്തത് സിങ്കോണിയാണ്. ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് 10 രൂപയാണ്. റൂട്ട് പിടിച്ച കട്ടിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ റൂട്ട് പിടിച്ച പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ. പിന്നെ ആണ്ട് ഇതൊരു സിങ്കോണി. ഇത് റേറ്റുള്ള സിങ്കോണിയാണ്. ഇതിൻ്റെ റേറ്റ് 100 രൂപ കേട്ടോ. റേറ്റ് ഉള്ളതാണ് കേട്ടോ. അടുത്താണ്ട് ഒരു യെല്ലോ കളറിൽ പോടിക്കുന്നതാണ്. സൂര്യകാന്തി പൂവിന് കണക്കുള്ള മഞ്ഞപ്പൂ സിംഗിൾ പെറ്റലിൽ പിടിക്കുവേ. 10 രൂപ റേറ്റ്. ഇതിൻ്റെ ചുവട്ടി മൊത്തം തയ്യ. ഒരെണ്ണത്തിൻ്റെ റേറ്റ് 10 രൂപ. അതുകൊണ്ട് ഇത് മണി പ്ലാന്റാണെന്ന് തോന്നുന്നു, അതോ ഇനി ഫിലോഡോൺട്രോണാണോ. അതിൻ്റെ റേറ്റ് 10 രൂപ കേട്ടോ. റൂട്ട് പിടിച്ച പ്ലാന്റിൻ്റെ റേറ്റ് 10 രൂപ കേട്ടോ. ഇത് മണി പ്ലാന്റ് കേട്ടോ. ഗോൾഡൻ പൊത്തോസാന്ന് തോന്നുന്നു. അതിൻ്റെ റേറ്റ് 10 രൂപയാണ്. പിന്നെ ഉണ്ട് ഈ മണി പ്ലാന്റ്. ഇതിൻ്റെയും റൂട്ട് പിടിച്ച പ്ലാന്റ് ഉണ്ട്. 10 രൂപ റേറ്റ് വരുന്നത്. ഞാൻ ഇങ്ങനെ മതിലിൽ പടുത്തിട്ടേക്കുക. പെൻഡാസാണ്. ഈ ഒരു കളർ പെൻഡാസേ ഉള്ളേ. 30 രൂപ. 2 പ്ലാന്റ് ഉണ്ട് കൊടുക്കാൻ. റൂട്ട് പിടിച്ച പ്ലാന്റ് കേട്ടോ. 30 റേറ്റ്. അടുത്ത ഈ യെല്ലോ കളറിൽ ഗ്രൗണ്ട് ഓർക്കിഡാണ്. 90 രൂപ റേറ്റ് വരുന്നത്. ഇഷ്ടംപോലെ പൂക്കും കേട്ടോ. ഇനി അടുത്ത ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. 70 രൂപ. ഇതിൻ്റെ ഒരു പ്ലാന്റ് കൊടുക്കാനുള്ള 70 രൂപ റേറ്റ് വരുന്നത്. അടുത്താണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്. ലിപ്സ്റ്റിക് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് ഈ സെയിം പ്ലാന്റ് കൊടുക്കുന്ന കേട്ടോ. 70 രൂപ റേറ്റ്. ഇതാണ് റെഡ് കളറിലെ പൂടിക്കും ഇതിൽ. അടുത്തത് ബാംബു ഓർക്കിഡാണ്. ഇതും ഗ്രൗണ്ട് ഓർക്കിഡിൽ പെടുന്നതാണ് കേട്ടോ. അതിൻ്റെ കണ്ട് ഈ ഒരു പ്ലാന്റ് കൊടുക്കുക. ഷൂട്ടൊക്കെ വന്ന പ്ലാന്റ് കേട്ടോ. 20 രൂപ റേറ്റ് വരുന്നത്. ചുവട്ടിൽ തൈ പൊടിക്കുന്നുണ്ടേ. അടുത്ത കണ്ട് നമ്മുടെ സാധാ ഒരു നാടൻ തെറ്റിയ നിറച്ച് പൂത്ത് കിടക്കുക. അതിൻ്റെ കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ തരാം. ഇപ്പം മഴയായതുകൊണ്ട് പിടിച്ചോളും. 10 രൂപ കട്ടിങ്ങിന് കേട്ടോ. നിറച്ച് പോവാം. തറ വെച്ചിരിക്കുക. അടുത്ത കലാത്തികളാണ് കാണിക്കുന്നത്. ഈ ഒരു കലാത്തിയുടെ റേറ്റ് 30 രൂപ. ഒരെണ്ണേ ഉള്ളേ. അടുത്ത ഈ കാണിക്കുന്ന കലാത്തിയാണ്. ഇതിൻ്റെ റേറ്റ് 40 രൂപ. ഇതും ഒരു പ്ലാന്റേ കൊടുക്കാനുള്ളൂ. അടുത്ത ഈ ഒരു കലാത്തിയാണ്. ഇതിൻ്റെ റേറ്റ് 40 രൂപ കേട്ടോ. ഈ 2 പ്ലാന്റ് കൊടുക്കാനുള്ളതാണ്. കലാത്തികളുടെയും ഒന്നിൻ്റെ പേര് എനിക്ക് എടുത്ത് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇത് കലാത്തിയ കരോളിന. അതിൻ്റെ പേര് മാത്രം അറിയാം. 50 രൂപ റേറ്റ് കേട്ടോ. 3 പ്ലാന്റ് ഉണ്ട് കൊടുക്കാൻ. ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു കലാത്തിയ കേട്ടോ. ഇനി ഈ ഒരു കലാത്തിയ. ഇതിൻ്റെ റേറ്റ് 60 രൂപയാണേ. ഇതൊക്കെ വലിയ പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ ലീഫിലുണ്ടോ ചെറിയൊരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരും. ആ വര. അടുത്ത ഈ ഒരു കലാത്തിയ. ഇതും വലിയൊരു പ്ലാന്റ് കേട്ടോ. 70 രൂപ റേറ്റ്. നല്ല ഭംഗിയുള്ള ലീഫായത് കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ കൊടുക്കാനേ. അടുത്ത ഈ ഒരു കലാത്തിയാണ്. 50 രൂപ റേറ്റ് വരുന്നത്. ഇതിൻ്റെ 2 പ്ലാന്റ് കൊടുക്കാറുണ്ട്. അടുത്ത ഈ ഒരു കലാത്തിയാണ്. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണേ. അതുപോലെ പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടേ പൈസ ഇട്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് മാറ്റി വെക്കത്തുള്ളേ. അടുത്ത ഈ ഒരു കലാത്തിയാണ്. ഇതിൻ്റെ റേറ്റ് 40 രൂപ. പൈസ ഇടാതെ പ്ലാന്റ് മാറ്റി വെക്കത്തില്ല കേട്ടോ. അടുത്തതാണ്ട് ഈ കാണിക്കുന്ന കലാത്തിയ. ഇതിന് 100 റേറ്റ് ഉള്ളതാണ് കേട്ടോ. ഇതിന് 2 ഷൂട്ട് വരാൻ തുടങ്ങി. അതുകൊണ്ടായത് സെയിലിനിട്ടതേ. ഇതിൻ്റെ ഒത്തിരി പ്ലാന്റുകൾ റോഡ് പിടിപ്പിക്കാൻ വെച്ചതാണ്. അതിൽ ഈ 2 എണ്ണത്തിന് ഷൂട്ട് വന്നോളൂ.
100 രൂപ ഒന്നിൻ്റെ റേറ്റ് കേട്ടോ. നല്ല ഭംഗിയാന്നേ കാണാൻ. അടുത്താണ്ട് ഈ ഒരു കലാത്തിയാന്നേ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കലാത്തിയാണ് കേട്ടോ. 50 രൂപ റേറ്റ്. ഇതിപ്പോൾ 2 പ്ലാന്റ് ഉണ്ട്. ഒന്നിൻ്റെ റേറ്റ് 50 രൂപ. യെല്ലോയും ഗ്രീനും കൂടെ ഉള്ള ലീഫാണ് ഇതിന് വരുന്നത്. നല്ല ഭംഗിയാട്ടോ. അടുത്താണ്ട് ഈ ഒരു കലാത്തിയാന്നേ. ഇത് അത്യാവശ്യം റേറ്റുള്ള കലാത്തിയാണ് കേട്ടോ. 80 രൂപ റേറ്റ് വരുന്നത്. ഒരു പ്ലാന്റ് ഇത് കൊടുക്കാനുള്ളേ. ഇനി നമുക്ക് അഗ്ലോണിമകൾ കാണാം. ഇത് അഗ്ലോണിമയുടെ 10 ക്യാരറ്റ് 250 രൂപ റേറ്റ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അടുത്ത റെഡ് എമറാൾഡ്. അഗ്ലോണിമയുടെ തന്നെ റെഡ് എമറാൾഡാണ്. 150 രൂപ റേറ്റ് കേട്ടോ. അടുത്തത് അഗ്ലോണിമയുടെ തന്നെ ഹെങ്. ഇതിൽ ഈ വരുന്ന പൂക്കൾ നമ്മൾ ഒടിച്ച് കളയണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഉഷാറൊക്കെ അങ്ങ് പോവും. അതിൻ്റെ ഏതാണ്ട് ഈ പ്ലാന്റാണ് കൊടുക്കാനുള്ളത്. ഇതിൻ്റെ റേറ്റും 150 രൂപ. ആദ്യം കാണിച്ച മദർ പ്ലാന്റ് കേട്ടോ. അടുത്ത ഈ ഒരു അഗ്ലോണിമയാന്നേ. ഇതിൻ്റെ റേറ്റ് 200 രൂപ കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. നല്ല ഭംഗിയുള്ള ലീഫാട്ടോ. അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണേ. 20 രൂപ റേറ്റ്. ചെറിയ പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് കേട്ടോ. വലിയ പ്ലാന്റ് കൊറിയർ ചെയ്യാൻ പാടില്ലേ. ഇതിൽ ഏറ്റവും ചെറിയ പ്ലാന്റ് നോക്കി അയക്കും. 20 രൂപ റേറ്റ് കേട്ടോ. അടുത്താണ് ബ്രൈഡൽ ബൊക്കയുടെ കട്ടിങ് വേണമെങ്കിൽ തരാം. ഇപ്പോഴത്തെ മഴയില്ലയോ, അതുകൊണ്ട് കട്ടിങ്ങൊക്കെ പിടിച്ചോളും. യെല്ലോ കളറിലെ കേട്ടോ. 10 രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ്. 2 കട്ടിങ് തരാം കേട്ടോ. അടുത്ത കാണിക്കുന്നത് ഗോൾഡൻ കാസ്കാഡിൻ്റെ അതിൻ്റെ കട്ടിങ് കേട്ടോ. അതും ഇത് കണക്ക് 10 രൂപ കേട്ടോ. 2 കട്ടിങ്ങിന് 10 രൂപ. മഴയായതുകൊണ്ട് അതൊക്കെ സെയിലിട്ടോ. മഴ ആയതുകൊണ്ടേ പിടിച്ചോളുമല്ലോ കട്ടിങ് ആകുമ്പോൾ. അടുത്ത നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ചീരച്ചേമ്പ്. ഞാൻ വലിയൊരു ഫ്രിഡ്ജ് ബോക്സിലാണ് നട്ട് വെച്ചേക്കുന്നത്. എല്ലാ വീഡിയോയ്ക്കതും പറയാറുണ്ട് ഞാൻ. ഇത് പ്ലാന്റിൻ്റെ സൈസ് 50 രൂപയാണേ. ചീരച്ചേമ്പാന്നേ തോരൻ വെക്കുന്നതാണ്. അടുത്തത് ആഫ്രിക്കൻ മല്ലി. അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് കേട്ടോ. 50 രൂപയാണ്. മല്ലിയിലയുടെ അതേ കണക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെയിൽ വീഡിയോ. കുറച്ച് ലെങ്ത് കൂടിപ്പോയി. ഇത്രയും ഐറ്റം ഇല്ലായിരുന്നോ കാണിക്കാൻ.